ഈ വണ്ടിയുടെ ബോണറ്റിലുണ്ടല്ലോ ഒരുപാട് പെയിൻറ്റ് പോയിരിക്കുന്നത് കാണാം. പെയിൻറ്റ് ചിപ്പായിട്ടുണ്ട്, അതായത് പെയിൻറ്റ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. നമുക്കിനി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പെയിൻറ്റ് അടിക്കേണ്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ബോണറ്റിൽ മാത്രം ഇങ്ങനെ പെയിൻറ്റ് പോകുന്നു. ഞാനിപ്പോൾ ഇവിടെ ഈ റോഷോലോ നോക്കിയപ്പോൾ ഒരുപാട് പ്രീമിയം കാറുകളിൽ അങ്ങനെ ബോണറ്റിൽ കുറച്ച് ഓടിയ വണ്ടികളിൽ ഒരു 40,000 ഓടിയ വണ്ടി ആകുമ്പോഴത്തേക്കും ബോണറ്റിൽ കുറേ സ്ക്രാച്ചുകളുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഇവിടെ റോഷോലോ ജിതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ജിതിൻ പറഞ്ഞ റീസണാണ്, നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം തന്നെ നമ്മളൊരു 100 കിലോമീറ്റർ സ്പീഡിൽ മേളിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ഓടിക്കുക. അപ്പോൾ മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ വീലിൽ നിന്നൊക്കെ തെറിക്കുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇതിൻ്റെ ബോണറ്റിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അങ്ങനെ അതിൻ്റെ പെയിൻറ്റ് കട്ടാവാനും സ്ക്രാച്ച് ആവാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജിതിൻ പറയുന്നത്. സോ ഐ റെക്കമെൻഡ് അങ്ങനെ പെയിൻറ്റ് കട്ടാവാതിരിക്കാനും. പെയിൻറ്റ് കട്ടായി കഴിഞ്ഞാൽ ഫുൾ ബോണറ്റ് തന്നെ പെയിൻറ്റ് അടിക്കേണ്ടി വരും. ആ ഏരിയയിൽ മാത്രം കോമ്പാക്റ്റായിട്ട് അവിടെയെങ്കിലും PPF ചെയ്യുന്നത്, പിന്നെ ബമ്പറിലും മാത്രമൊക്കെ ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് PPF ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെയധികം മാനസിക പ്രയാസമുണ്ടാക്കുന്ന സ്ക്രാച്ചുകൾ ഈ വാഹനത്തിൽ ഇപ്പോഴുണ്ട്. താങ്ക് യു.